അപ്പോൾ വിനീതേട്ടൻ പറഞ്ഞു ഇന്റർവ്യൂ വരെ മതിയാകില്ലേ, ഇനി അതിൽ പറയണ്ട കാര്യം, എന്തായാലും സിനിമ ഇറങ്ങുക, ചിലപ്പോൾ ഇനി അച്ഛൻ്റെ സബ്ജക്റ്റാണ് മലർവാടി. അത്തരം മോശം സ്റ്റേറ്റ്മെന്റുകൾ വിവരമില്ലാത്ത മാധ്യമങ്ങൾ എഴുതി വിടാറുണ്ട്. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ ഒരു പടം ഇറങ്ങാൻ പോകുന്നത് അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഒരു ബന്ധവുമില്ല. പക്ഷേ സാമ്യതകൾ, അതായത് കഥാപാത്രത്തിൻ്റെ സാമ്യതകൾ, ക്ലബ് എന്ന് പറയുന്ന സാമ്യതകൾ. അപ്പോൾ ഇത് കേട്ട് വിനീതേട്ടൻ പറഞ്ഞു നീ ബാക്കി പറയണ്ട കാര്യം, ഒരു പക്ഷേ ഇനി നാളെ നിനക്കൊരു പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ കഥ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കണക്കിന് ആക്ഷേപം ഞാൻ കേൾക്കേണ്ടി വരണ്ടല്ലോ എന്ന് തമാശ രൂപേണ അദ്ദേഹം പറയുന്നു. അങ്ങനെ സിനിമയ്ക്ക് പിന്നാലെ പോയി ഞാൻ ഈ പറഞ്ഞ അടിയും ബഹളവും നടന്ന് നമ്മളെ നാട്ടിലെ പിള്ളേർ ഒളിവിൽ പോയി. എനിക്ക് PC വിഷ്ണുനാഥിനെ കണക്ട് ചെയ്തെന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ശ്രീഹരി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ എന്നെ ആദ്യമായിട്ട് ഈ ഒരു കേസിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി വിഷ്ണുവേട്ടൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു. ഞാൻ സ്റ്റേഷനിൽ ചെല്ലുന്നു. ഞാൻ എനിക്കൊരു രാഷ്ട്രീയ ബന്ധം ഒന്നുമില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള ഒറ്റ ഒരെണ്ണം സ്റ്റേഷനിൽ കയറില്ല. കാര്യം CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പറഞ്ഞു കയറി കൊടുക്കരുത്, കയറി കൊടുത്താൽ പിടിച്ചകത്തിടും, ഒറ്റ ഒരെണ്ണം പോരുതെന്ന് പറഞ്ഞു. എൻ്റെ കൂടെയുള്ള എൻ്റെ അനിയൻ ഉൾപ്പെടെ നമ്മൾ ചോദിച്ചതെന്ന് വഴിമാറി. അതാ ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങൾ കോൺഗ്രസിൽ അതാ ഞാൻ പറഞ്ഞത് കേൾക്ക്. അഖിൽ ഒരുപാട് താങ്ങിപ്പിടിച്ച് തൂങ്ങിപ്പിടിക്കാൻ നോക്കി. അല്ല, അതും എൻ്റെ സത്യമല്ല. അല്ല, അതും എൻ്റെ സത്യമല്ല. ഇവിടെ നിന്ന് വന്നു കയറുന്ന ഞാൻ നാളെ, അപ്പം എനിക്കന്ന് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റി. ആ കേസിൽ നിന്ന് ഞാൻ മുക്തനായി. എൻ്റെ കൂടെയുള്ള പിള്ളേരും രക്ഷപ്പെട്ടു. അന്നേരം എനിക്ക് തോന്നി അധികാരത്തിൻ്റെ ഒപ്പം നിന്നാൽ ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും. എൻ്റെ നാട്ടിൽ തൊട്ടപ്പുറത്ത് പൈസയുള്ളവരുത്തിന് അന്നത്തെ വൈക്കം വിശ്വൻ്റെ പെങ്ങളുടെ മകനടങ്ങുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാൾ, ഒരു പാവം പിടിച്ച ഒരു സാധാ തട്ടുകട നടത്തുന്ന ഒരുവൻ്റെ വീടിനകത്തേക്ക് മണ്ണൊരു ഇച്ചിരി എടുത്ത് അവന് വീട് വയ്ക്കാൻ സമ്മതിക്കാതെ 1.5 വർഷമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് അയാളെ എല്ലാവരും അത് വലിയൊരു അടിയും ബഹളമൊക്കെ നടന്ന സമയത്ത് ഞാൻ ഇടപെടുന്നു. ഞാൻ വീണ്ടും കൊടിക്കുന്നിൽ സുരേഷ് എന്ന കേന്ദ്രമന്ത്രിയാണ്, ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്ന കാര്യം പറഞ്ഞു. അങ്ങനെ പതിയെ ഞാൻ കോൺഗ്രസ്സുകാരനായി മാറുന്നു. 2 വർഷമാണ് ഞാൻ കോൺഗ്രസ്സിലുണ്ടായിരുന്നത്. ആദ്യത്തെ വോട്ട് ചെയ്തായിരിക്കാ? ഏതാ? ഞാൻ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിൽ കൊടിക്കുന്നിൽ സുരേഷിനാണ് വോട്ട് ചെയ്യുന്നത്. 18 വയസ്സ് മുതലേ? അല്ല, ഞാൻ ഫസ്റ്റ് വോട്ട് ചെയ്യുന്നത് 2013 ശേഷം നടക്കുന്ന വോട്ട് ചെയ്തിട്ടില്ല. ഇല്ലില്ല. അരാഷ്ട്രീയവാദിയായിരുന്നു? അരാഷ്ട്രീയത്തിൻ്റെ അല്ല, എനിക്ക് പൊതുവേ രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ലായിരുന്നു. രാഷ്ട്രീയമൊന്നും എനിക്കില്ല. ഞാൻ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെറ്റുകൾ ചൂണ്ടിക്കഴിഞ്ഞ രാഷ്ട്രീയമാണ്. അങ്ങനെ 2015 എൻ്റെ നാട്ടിൽ ഒരാൾ മുൻ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന ഒരാൾ അവിടെ മത്സരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. എൻ്റെ നാട്ടിൽ തന്നെയുള്ളൊരു കക്ഷി. പുള്ളി നമ്മളെ നാട്ടിലെ പരിപാടിക്കൊന്നും പങ്കെടുക്കത്തില്ല. 10-30 വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ച് പോയി ജോലിക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ജീവിതവും സൗകര്യങ്ങളൊക്കെ അദ്ദേഹം സേഫാക്കി. അദ്ദേഹത്തിൻ്റെ വൈഫ് കോളേജിലെ ടീച്ചറാണ്, മക്കൾ വളരെ സേഫാണ്. അങ്ങനെ ജീവിതമെല്ലാം സേഫായി കഴിഞ്ഞപ്പോഴത്തേക്ക് മത്സരിക്കാൻ ഒരു പുള്ളി വരുമ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് NSSനെ വിമർശിച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. നിങ്ങൾ കുറച്ച് മുമ്പ് ജാതിയെപ്പറ്റി പറഞ്ഞില്ല, നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടാത്തോണ്ടുള്ള പ്രശ്നമാണ് ഇതെല്ലാം. ഞാൻ കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ NSS താലൂക്ക് യൂണിയനെ വിമർശിച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. NSSൻ്റെ താലൂക്ക് യൂണിയൻ മെമ്പർ എന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിന്റെ സെക്രട്ടറി. അഖിൽമാരാർ നമുക്ക് ഒഴിവാക്കാം. അല്ല, അതെന്തിനാണ് അവിടെ എൻ്റെ പേര് മാത്രമാണ്. അത് ജാതിയായിട്ട് കാണുന്നത് മറ്റൊരുവന്റെ ജാതി പേരല്ല, ഒരിക്കലും പേരാർക്കും തോന്നില്ല. എൻ്റെ പേരായിട്ട് തോന്നാത്തത് രാജ്യത്ത് തോന്നും. ന്യൂമറോളജി പ്രകാരം ഞാൻ പറയാം, ആർക്കും ഇപ്പൊ മേനോൻ ഇടാം, എല്ലാം ഇടാം. പക്ഷെ എന്താ, അഖിൽ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന വേറൊന്നുമാണ്. അവിടാണ് പ്രശ്നം. നിങ്ങൾ എന്തിനാണ് ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാ. ഞാൻ പറയുന്നതും കേട്ടിട്ടില്ല, ഞാൻ പ്രവർത്തിക്കുന്നത് കാണുന്നില്ല. ഞാൻ NSS പോലത്തെ എൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ യൂണിയനിൽ നിൽക്കുന്ന ആൾക്കാരെയും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ വിമർശിച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അവസാനിപ്പിച്ചത് ഇങ്ങനെ: NSS എന്നാൽ നന്മ നിറഞ്ഞ സൊസൈറ്റി എന്ന് സമൂഹം പറയണം. നായന്മാരുടെ സൊസൈറ്റി എന്നറിയപ്പെടുന്നതിനെക്കാട്ടിയും കൂടുതലും NSSനെ ഒരു നന്മ നിറഞ്ഞ സൊസൈറ്റി എന്നറിയപ്പെടുന്നത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറഞ്ഞിട്ടതിൻ്റെ പേരിൽ ഒരു കാരണവശാലും എന്നെ, അതായത് ഇദ്ദേഹം അവിടെ നമ്മളെ നാട്ടിൽ അന്ന് ഈ പിരിവ് നടക്കുക, യൂണിയനിലേക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് കരയോഗത്തിൽ നിന്ന് പൈസ കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് പേര് എതിർത്തു. ഇദ്ദേഹം 2 ലക്ഷം രൂപ, ഈ പിന്നീട് മത്സരിച്ച വ്യക്തി 2 ലക്ഷം രൂപ പുള്ളിയുടെ കയ്യിൽ നിന്ന് കൊടുത്തു. അപ്പം അദ്ദേഹം NSSന് ആ സമയത്ത് പ്രിയപ്പെട്ടവനായി മാറി. അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്ന് ഇവർ പറഞ്ഞു. ഞാൻ പാർട്ടിയിൽ പറഞ്ഞു, പാർട്ടിയുടെ തീരുമാനങ്ങൾ പാർട്ടി എടുക്കണം, ജാതി സംഘടനയല്ല എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു? ഒറ്റയ്ക്കാണ്. പിന്നെ ആരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ? വേറെ ആരുമില്ല. ആരുമില്ല. ഞാനന്ന് പാർട്ടി ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. ഞാൻ യൂത്ത് കോൺഗ്രസിലുണ്ടെങ്കിൽ ഞാൻ വളരെ ആക്റ്റീവ് ആയതുകൊണ്ടും അന്ന് ഈ ഇടതുപക്ഷങ്ങളോട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ, അന്ന് സോളാർ സമരത്തിന് എൻ്റെ തലയൊക്കെ അടിച്ചു വിട്ട് ഞങ്ങളന്ന് അത്യാവശ്യം നമ്മൾ ലൈവാണ്. എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട്. ഞാൻ എവിടെ എന്ത് പ്രശ്നം നടന്നാലും ഉണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയെ പൂട്ടിയിടുക, വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തുക, എല്ലാ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. പിന്നെ ഒന്ന് ഷൈൻ ചെയ്യാം. അത് എവിടെ എന്ത് ഷൈൻ? ഒരു പഞ്ചായത്ത് ഓഫീസിൽ പോയി പഞ്ചായത്ത് അതൊക്കെ 2010 പോയില്ലേ? അതൊക്കെ 2010 പെണ്ണുങ്ങളുണ്ടാവുമല്ലോ കാണാൻ, നാട്ടിലെ ആളുകളുടെ ഒരു ക്യാരക്ടർ അന്നുമല്ല ഇന്നുമല്ല. ആ സമയത്താണ് ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇറങ്ങിയിട്ടുള്ളത്. ക്ലാസ്മേറ്റ്സ് ഒക്കെ 2008 അല്ല, അതിനുശേഷമല്ലേ 2008 ഇറങ്ങിയത്. പക്ഷേ ആ ഒരു വൈബ് ഉണ്ടാവുമല്ലോ. ഞാനൊന്ന് അധ്യാപകൻ 5-6 വർഷം പഠിപ്പിച്ചത് കൊണ്ട് തന്നെ എനിക്ക്
അഖിൽ പൊതുവേ ഷോ ഓഫ് അല്ലേ കുറച്ചൊക്കെ? അത് കാണുന്നവന്റെ വിവരം അല്ലല്ല, വെറുതെ ഷോ. എന്നെ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തിനാണ് അഖിലെ? അതൊരു മോശം കാര്യമല്ല, സമ്മതിച്ചാൽ മതി. അത് ഞാൻ അതിനുവേണ്ടി ഇപ്പൊ ഞാൻ അഖിലിനെ എല്ലാവരും ശ്രദ്ധിക്കണം. എന്തിനാണെന്ന് അഖിൽ പറയുന്നതാണ് ശരി. ഞാൻ വളരെ സിമ്പിളി പറയട്ടെ, ദുരിതാശ്വാസ നിധി ഞാൻ പൈസ കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം കൂടെ അത് ഏറ്റുപിടിച്ച് അത് വിവാദമാക്കി ആളി കത്തിച്ച് എനിക്ക് എന്തിനാണെന്ന് നിങ്ങൾ ഈ ഷോ തരുന്നത്? ഞാൻ എഴുതുന്നതിന് പട്ടിയുടെ വില തന്നെ നിങ്ങളങ്ങ് തള്ളിക്കളഞ്ഞാൽ ഈ അന്തംകമ്മികൾ തള്ളിക്കളഞ്ഞാൽ മതി. പിന്നെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ എന്തിനാ നമ്മുടെ പോസ്റ്റ് കണ്ടെടുത്ത് പ്രചരിപ്പിച്ച് എന്താണ് ഞാൻ ഇടുന്നതിന് 40,000 അഖിലിന് ഇന്നേ വരെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് എവിടെന്നെങ്കിലും ഒരു ഭീഷണിയുടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സമൂഹത്തിലുള്ളത് ഈ അന്തംകമ്മികൾ സോഷ്യൽ മീഡിയ. ഞാനതിൽ അന്തംകമ്മികൾ എന്ന് പറയുന്നത്, ഞാൻ കമ്മ്യൂണിസ്റ്റ് നല്ലല്ലോ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ പറയുന്നില്ലല്ലോ. ഞാനിപ്പോൾ എന്താ സ്പീക്കർ ഷംസീറിൻ്റെ കൂടെ 1 മാസം മുന്നേ ഒരു പ്രോഗ്രാമിൽ കണ്ണൂർ പങ്കെടുത്തു. കണ്ണൂർ അദ്ദേഹം ഉദ്ഘാടനം, ഞാൻ മുഖ്യാതിഥി. എന്താ അദ്ദേഹം എന്നോട് വളരെ തുടർന്ന് ഞങ്ങൾ ഏതാണ്ട് അരമണിക്കൂറോളം ഞങ്ങൾ വേദിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു. സുമേഷ് MLA എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി VS ജോയ്, എൻ്റെ പേര് അല്ല. അല്ലെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാ പാർട്ടിക്കാർക്കും എന്താ ശത്രുത? നിങ്ങൾ എന്നെ ഏതൊക്കെ സ്ഥലത്ത് കാണാത്ത പ്രശ്നമാണ്. ഞാൻ അടൂർ പ്രകാശും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി, അത് അടൂർ പ്രകാശിനെ മത്സരിച്ച് ജോയി അല്ലേ അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിൽ ഞാൻ ഒരുമിച്ച് PD സതീശൻ്റെ നിയമസഭയിലെ മുഖ്യാതിഥിയായിട്ട് തന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. കോൺഗ്രസ്സുകാരെ വിളിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആ ഒരു സ്ഥാനത്ത് ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലാവാൻ പിന്നെ കമ്പയർ ചെയ്യാൻ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല. അൺഫോർച്ചുനേറ്റ്ലി രാഹുൽ മാങ്കൂട്ടലിനെ പോലെ ഒരു യുവ നേതാവ് ആവേണ്ട ആളായിരുന്നു ശ്രീ അല്ല. അത് ഒരു നമ്മൾ പക്ഷേ ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മൾ എവിടെ എത്താത്ത ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ എത്തിയില്ല. നിങ്ങൾ താര് പറഞ്ഞു ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ഡ്രീം മാത്രം ബിഗ് ബോസ് വിന്നർ വിന്നറൊന്നോ? അതിനപ്പുറത്തേക്ക് എനിക്ക് എന്തൊക്കെയാണ് നേടിയത് അതിപ്പോൾ പറയാവേ. അതിനു മുമ്പ് മറ്റേത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു നിർത്തുന്നതാണ് കേട്ടോ. 2014-15 സമയങ്ങളിലൊക്കെ തന്നെ കൊട്ടാരക്കരയിൽ കേരള കോൺഗ്രസിനാണ് സീറ്റ്. അതുകൊണ്ട് ഞാനൊരിക്കലും ആ സമയത്ത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഭാവി MLA ആവാൻ എനിക്ക് സ്വപ്നം കാണാനുള്ള സ്പേസ് ഒന്നുമില്ല. വെറും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ബ്ലോക്ക് സെക്രട്ടറി മാത്രമാണ് ഞാൻ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇന്നൊരാൾ മത്സരിക്കരുതെന്ന് മാത്രമേ ഞാൻ ആ സമയത്ത് വാശി പിടിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പാർട്ടി തീരുമാനമായിരുന്നില്ല. ഇന്നാൾ മത്സരിച്ചാൽ അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് കോട്ടയായ രക്സാക്ഷിയുടെ നാടായ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ ആദ്യമായി കൈപ്പത്തിക്ക് ജയിക്കാൻ ഉണ്ടാക്കി വരുന്ന സാഹചര്യത്തെ ഇയാൾ നശിപ്പിച്ചു കളയും. ആ പാർട്ടി അവിടെ നശിക്കും. അവിടെ ആ പർട്ടിക്കുലർ വ്യക്തി മൂലം ഒരു പാർട്ടി മൊത്തത്തിൽ നശിക്കുമെന്ന് കണ്ടിട്ടാണ് ഞാനന്ന് എതിർത്തപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ അടുത്ത് പല സെറ്റിൽമെൻറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ MP പോലും എന്നോട് പറഞ്ഞത്, നീ വെയിറ്റ് ചെയ്യ്, അടുത്ത തവണ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ നിനക്ക് മത്സരിക്കാം, നീ ഒരു വാടക ചീട്ടെടുത്ത് നീ മുനിസിപ്പാലിറ്റി കോട്ടാത്തലേന്ന് കൊട്ടാരക്കരയ്ക്ക് മാറ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ കുറച്ച് പിള്ളേർ, ഞാനത് നേരത്തെ പറഞ്ഞപ്പോൾ അഖിൽ അത് അല്ലാന്ന് പറഞ്ഞു. കൗൺസിലർ ആവാനോ മെമ്പർ ആവാനോ അഖിൽ ശ്രമിച്ചിരുന്നോ ചോദിച്ചു. ഞാൻ ശ്രമിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് കൗൺസിലർ ആവാൻ പറ്റില്ലല്ലോ, ഞാൻ പഞ്ചായത്തിലല്ലേ. എൻ്റെ അടുത്ത് MP പറഞ്ഞത്, നീ പഞ്ചായത്തിലേക്ക് അവിടെ നിൽക്കണ്ട. അത് പുള്ളിയുടെ വിചാരം മറ്റേയാൾ മത്സരിക്കേണ്ട. ഞാൻ അത് ബ്ലോക്കിലാണ് മത്സരിക്കുന്നത്, മെമ്പറും അല്ല, വാർഡല്ല, ബ്ലോക്കിലാണ്. അപ്പോൾ ആ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു, MP അടുത്ത് ഞാൻ പറഞ്ഞു, MP എൻ്റെ കൂടെയുള്ള ആൾക്കാർ മുഴുവൻ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവരാണ്, അവർക്ക് ആർക്കും താല്പര്യമില്ല പുള്ളി മത്സരിക്കാൻ. അപ്പം MP അതിന് ഉചിതമായ തീരുമാനം എടുക്കണമെന്ന് MP യോട് പറഞ്ഞു. അപ്പോൾ MP പറഞ്ഞു, എടാ അത് നീ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനത് ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പുള്ളി ഒരു സജഷൻ വെക്കുകയാണ്. നിനക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ട് മത്സരിക്കാം ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ. അടുത്ത തവണ നിനക്ക് ഇവിടെ മുനിസിപ്പാലിറ്റിയിലേക്ക് നീ വാടക ചീട്ടെടുത്ത് മാറ്, അപ്പം നിനക്ക് ഇവിടെ നിൽക്കാം. ഞാൻ പറഞ്ഞു, ഒരു സ്ഥാനം വാടക വിടോ? അല്ല, എനിക്ക് എൻ്റെ ആക്ച്വൽ വീട് കോട്ടാത്തലയാണല്ലോ. അപ്പം പഞ്ചായത്തിൽ കൊണ്ട് എനിക്ക് മുനിസിപ്പാലിറ്റി മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടെ മുനിസിപ്പൽ കൗൺസിലർ എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ. അപ്പോൾ MP എനിക്കൊരു സജഷൻ വെക്കുകയാണ്, നീ കോട്ടാത്തലയിൽ നിന്ന് നീ കൊട്ടാരക്കരയിലേക്ക് ഒരു വാടക വീട് എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ 6 മാസം കഴിഞ്ഞാൽ നമുക്ക് അവിടത്തേക്ക് ഇത് മാറ്റാമല്ലോ, വോട്ടർ ID നമുക്ക് അവിടെ ചേർക്കാമല്ലോ, കൊട്ടാരക്കര ചേർക്കാമല്ലോ. അപ്പോൾ ഇനി വരാൻ പോകുന്ന മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ നിനക്ക് ഇവിടെ മത്സരിക്കാനുള്ള അന്ന് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ആയിട്ടില്ല, പഞ്ചായത്ത് നിൽക്കുകയാണ്, മുനിസിപ്പാലിറ്റി ആകാൻ പോവുകയാണ്. ഇപ്പോൾ മുനിസിപ്പാലിറ്റി അന്ന് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആവാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ MP വെച്ചു. ഞാൻ പറഞ്ഞു, MP നാളെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ കേസുമായിട്ട് ഞാനിവിടെ വന്നാൽ നിങ്ങൾ സഹായിച്ചാൽ മതി, നിങ്ങളുടെ ഒരു സ്ഥാനമാനങ്ങളും എനിക്ക് വേണ്ട, പക്ഷേ ഇവിടെ നിലനിൽപ്പിന് എനിക്ക് മത്സരിച്ചേ പറ്റൂ. അപ്പോൾ MP പറഞ്ഞു, വിമതനായിട്ട് മത്സരിച്ചാൽ നിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഞാൻ പറഞ്ഞു, സാരമില്ല, നാളെ ഒരാളുടെ കേസ് കൊണ്ടുവരുമ്പോൾ MP എന്നെ തള്ളി പറയായിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ല, അതിപ്പോൾ നീ എന്നല്ല ആര് വന്നാലും ഞാൻ ആരെയും തള്ളി പറയാറില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് മതി. അങ്ങനെ ഞാൻ പോയി സ്വതന്ത്രനായി മത്സരിച്ചു. വെറും 2 വർഷത്തെ രാഷ്ട്രീയത്തിൽ മാത്രം പ്രവർത്തിച്ച് എനിക്ക് 1767 വോട്ട് കിട്ടി. ഇന്ന് BJPക്കൊക്കെ പല വാർഡിലും ബ്ലോക്കിലും കിട്ടുന്ന വോട്ട് വെച്ച് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് വെറും ഒരു പയ്യൻ ഇന്നലകളിൽ രാഷ്ട്രീയത്തിൽ വന്ന ഒരുത്തന് അത്രയും വോട്ട് ജനം തന്നെങ്കിൽ ഞാൻ അവിടെ പ്രവർത്തിച്ചതിൽ ജനങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ്. 2015 കോൺഫിഡൻസ് ആയിട്ട് അല്ല, ആ 15 ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി. ഞാൻ 3-4 പ്രാവശ്യം തിരിച്ചു കയറാൻ വേണ്ടി അപേക്ഷ കൊടുത്തു. ഈ അപേക്ഷ ആർക്കാണ് ഞാൻ കൊടുക്കുന്നത്? ഞാൻ നേരത്തെ വിമർശിച്ച അതേ NSSൻ്റെ അതേ ഭാരവാഹി, അന്ന് DCCയുടെ ഉത്തരവാദിത്വം, MP അന്ന് DCC പ്രസിഡൻറ്റും ആവുന്നു.
എന്നെ തിരിച്ച് കോൺഗ്രസ്സിൽ ആ ഒരു സമയത്താണ് എന്നെ തിരിച്ച് കോൺഗ്രസ്സിൽ എടുക്കണ്ട എന്നുള്ള ചില രഹസ്യ അണിയറ പരിപാടികൾ അവർക്കിടയിൽ നടക്കുന്നത്. അത് ആ സമയത്ത് നടന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറേ നാൾ വെറുതെ നിന്നു. പിന്നെ എൻ്റെ കൂടെയുള്ള പലർക്കും CPM-ൻ്റെ ഭീഷണി, കാരണം നമ്മൾ വളരെ ലൈവാണ് ആ സമയത്ത്, പൊളിറ്റിക്കലി നമ്മൾ ലൈവാണ്. ചെറിയ കൊച്ചു അല്ല, നമ്മളെ പല പിള്ളേരെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തലുണ്ട്. നിന്നെ വെട്ടി തോട്ടിലൊഴുക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പാരാത്രിയാകുമ്പോൾ കള്ളും കുടിച്ചിട്ട് അച്ഛൻ മരിച്ചുപോയ ഒരു പയ്യൻ്റെ വീട്ടിൽ കയറി ഭീഷണി, അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നടന്നപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു അഖിലേ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണ്ടേ നമുക്ക്, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് എത്ര നാൾ നിൽക്കും. അപ്പം മുസ്ലിം ലീഗിൽ പോയാലോ എന്നുള്ള ചിന്ത വരുന്നു, RSP പോയാലോ എന്നുള്ള ചിന്ത വരുന്നു. അപ്പോഴും BJP എന്നത് എനിക്ക് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താ BJP പ്രശ്നം? അല്ല കാരണം എനിക്ക് വർഗീയത ഒരു കാലത്തും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. അപ്പം ഞാൻ അതേസമയം BJP-യുടെ ദേശീയ ബോധത്തോട് എനിക്കൊരു എതിർപ്പുമില്ല, BJP-യുടെ വികസന നയങ്ങളോട് എനിക്കൊരു എതിർപ്പുമില്ല. പക്ഷേ എനിക്ക് മനുഷ്യനായിട്ട് കാണണം, അല്ലാതെ എനിക്ക് തള്ളിപ്പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. അതാണ് നമ്മൾ ഗുജറാത്ത് കലാപത്തൊക്കെ സമയത്ത് എന്താണ് തോന്നിയിരുന്നത്? 2002 നമുക്ക് എന്ത് അതെന്താണ് 2002 പഠിക്കുകയല്ലേ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ഓക്കെ, ഇപ്പോഴത്തെ വർഗീയ ലഹളകൾ ഈ മുസാഫറാബാദിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഏത് വർഗീയ ലഹളകളെയും നമ്മൾ തള്ളിക്കളയും. ഇവിടെ നമ്മൾ മതപരമായിട്ട് മറ്റൊരുവനെ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനത് അതിശക്തമായി എല്ലാ കാലത്തും സംസാരിക്കും. അത് ഇപ്പുറത്തുനിന്നായാലും അപ്പുറത്തുനിന്നായാലും നമ്മളതിനെ തടുത്തേ പറ്റൂ. കാര്യം ഇതൊരിക്കലും നമുക്ക് തടുക്കാൻ പറ്റാത്ത രീതിയിൽ പോസ്റ്റ് ഒന്നും ഇടാറില്ല അല്ലേ? ഇത് എത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ടെന്ന് ഈ കലാപങ്ങൾക്കെതിരെ. ഇതെന്താ കുഴപ്പമെന്നറിയാവോ? ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുമ്പോൾ മാത്രമേ ആ ലിങ്ക് കോപ്പി ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിൽ കൊണ്ടുവരുന്ന ഇടത്തുള്ളൂ. അവൻ BJP വിമർശിച്ചാൽ ആ ലിങ്ക് കോപ്പി ചെയ്ത് പോകുന്നത് അവിടെ അവൻ്റെ ഗ്രൂപ്പിലാണ്. അപ്പം നിങ്ങൾ കാണത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മളെ വിമർശിക്കുന്ന ഒരു ഇടതുപക്ഷക്കാരൻ, ഞാൻ BJP അല്ല, ഞാൻ താങ്കളെന്ന് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ നിങ്ങളെ വിമർശിച്ച് നാളെ ഫേസ്ബുക്കിൽ ഒരു റൈറ്റപ്പ് എഴുതിയാൽ 100% നിങ്ങൾ അറിയും. ഞാൻ മറ്റൊരാളെ വിമർശിച്ചാൽ നിങ്ങൾ അറിയണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ ചോദിക്കും അഖിലെന്തിനാണ് എന്നെ മാത്രം വിമർശിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. കാരണം നിങ്ങളെ വിമർശിക്കുന്നത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ പല തവണ പല രീതിയിൽ വിമർശിച്ചിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു റൈറ്റപ്സ് തന്നെ തുടങ്ങുന്ന ഒരിക്കൽ BJP-യുമായി ബന്ധപ്പെട്ട് എഴുതിയപ്പോൾ ഞാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഈ രാജ്യത്തെ മുസ്ലിമിന് വേണ്ടി BJP-യെ തള്ളിപ്പറയാനോ BJP-ക്ക് വേണ്ടി മുസ്ലിമിനെ തള്ളിപ്പറയാനോ ഞാൻ ഒരിക്കലും തയ്യാറല്ല. രണ്ടിനും ഇതാണ് നമ്മുടെ നിലപാട്. ഇപ്പോൾ ഒരു വിഭാഗത്തെ സൂചിപ്പിക്കാൻ BJP-യെ തള്ളിപ്പറഞ്ഞാൽ എനിക്ക് കുറച്ച് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാം, അതും എനിക്ക് വേണ്ട. അങ്ങനെ ഞാൻ തള്ളിപ്പറയില്ല. അതേപോലെ തിരിച്ചും നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു വിഷയം നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ആ വിഷയത്തെ തള്ളിപ്പറയും. ഇനി മറ്റേത് ചോദിച്ചില്ലേ, ഇപ്പം ലൈഫിൽ എന്തായെന്ന് ചോദിച്ചില്ലേ, ഒന്നുമില്ലാതെ വാടക വീട്ടിൽ തെണ്ടിത്തിരിഞ്ഞ് എവിടേക്കോ കിടന്ന അഖില് ഇന്ന് എറണാകുളത്ത് സ്വന്തമായി ഫ്ലാറ്റ് വാങ്ങി. പഴയ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കഥയാണല്ലേ? അല്ല, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ്. എന്നെ ആദ്യത്തെ ആഴ്ച പുറത്താക്കുമെന്നതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നിട്ടുള്ള വെല്ലുവിളി. കാരണം നമ്മളീ പൊതു അഭിപ്രായങ്ങൾ വളരെ മോശം അല്ല, ഞാൻ ബിഗ് ബോസിലെ ഏറ്റവും ഹൈപ്പ് ഉണ്ടായിരുന്ന ബിഗ് ബോസിൽ ഏറ്റവും ഹൈപ്പിൽ നിന്നിരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഞാൻ ശക്തമായി വിമർശിച്ചൊരു സംസാരം ഉണ്ണി മുകുന്ദൻ്റെ മാളികപ്പുറം സിനിമയുമായി ബന്ധപ്പെട്ട് ജനൻ TV-യിൽ ഒരു ചർച്ച നടന്നപ്പോൾ ഞാൻ അയാളെ പരാമർശിച്ച് പറഞ്ഞു. അതൊരു വലിയ വിവാദമായി പുറത്തു മാറുന്നു. ബിഗ് ബോസിൻ്റെ ഓഡിയൻസ് എല്ലാവരും എന്നെ അതിശക്തമായി തെറി വിളിക്കുന്നു. ഞാൻ ഈ ഷോ കണ്ടിട്ടില്ല. അത് പർപ്പസ്ഫുള്ളി ഗെയിമാണ്. എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞൊരു കാര്യം, നിയമബന്ധനവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ, മാളികപ്പുറവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ സംസാരിച്ച സമയത്ത് എനിക്ക് ആ നിമിഷം അറിഞ്ഞൊരു കാര്യം ഞാൻ ആ ചർച്ചയ്ക്കിടെ നിഷ്കളങ്കനായ ഒരാളാണ്. അതായത് ഞാൻ പറഞ്ഞത് ആ സമയത്ത് ചില വാക്കുകളുടെ അബദ്ധം സംഭവിക്കും. യൂട്യൂബർ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണനുമായിട്ട് നടത്തിയ സംഭാഷണവും ആ ചീത്തവിളിയും അന്ന് വലിയ വിവാദമായി മാറിയപ്പോൾ ജനൻ TV-യിലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം പുറത്ത് വേറെ കുറേ ആൾക്കാർ ഏറ്റെടുക്കുന്നു. അപ്പം നമ്മൾ അറിയാത്തൊരു പാരൽ വേൾഡ് ഇപ്പുറത്തുണ്ടല്ലോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോലും ഒന്നും ആക്റ്റീവ് അല്ല, ഇല്ല. അപ്പം അവിടെ ഞാൻ എൻ്റെ ഈ വിമർശനം വലിയ രീതിയിൽ മാറുകയും എനിക്ക് അതുവരെ ബിഗ് ബോസിൽ പോകണ്ട എന്ന് തന്നെ ബിഗ് ബോസിനെ പരിഹസിച്ച് സംസാരിച്ചിരുന്ന എന്നെ ആൾക്കാർ വെല്ലുവിളിക്കുകയാണ്. നീ ഇതിലൊന്ന് കയറി നോക്ക്, നിന്നെ കാണിച്ചു തരാം, നിന്നെ ഇതിലൊന്നും ആരും എടുക്കത്തില്ല. അങ്ങനെ എനിക്ക് വാശിയായി, എങ്കിൽ ഇതിൽ കയറണം. ആളുകൾ ബിഗ് ബോസിന് മുമ്പേ ആളുകൾ അറിയാം അഖിലിനെപ്പോൾ അല്ലേ? അഖിൽ 60-70 ചാനൽ ചർച്ചകളിൽ പോയിട്ടുള്ള ഒരാളാണ്, ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെ. അതിനു മുമ്പ് അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഏത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ടോ? ഞാൻ സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് ഒരു 60-70 രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് 60-70 ചാനൽ ചർച്ചകളിൽ ഞാൻ, കാരശ്ശേരി മാഷ്, റഹീം ഉൾപ്പെടുന്ന ഒരുപാട് പൊളിറ്റിക്കൽ ചർച്ചകൾ എൻ്റെ പഴയ യൂട്യൂബിലൊക്കെ മൂവി കിടപ്പുണ്ടായിരുന്നു. ഞാൻ അഖിലിനെ കാണുന്നത് കുറേ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ്. അതായത് എൻ്റെ ഒരു ചർച്ച നിങ്ങൾക്ക് ശ്രദ്ധിച്ച്, സോഷ്യൽ മീഡിയയിൽ ഒരു പക്ഷേ താങ്കൾ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം സോഷ്യൽ മീഡിയയിൽ നിന്ന് ടിപ്പിക്കലി വരുന്ന ഇൻ്റർവ്യൂ ചോദ്യങ്ങളല്ല നമുക്ക് വരുന്നത്. അതുകൊണ്ട് നല്ലതായി. ഈ പ്രഫുൽ കോട പട്ടേൽ ചോദിച്ചില്ലേ, ഞാൻ BJP വിമർശിക്കത്തില്ല എന്ന്. ലക്ഷദ്വീപിൽ പ്രഫുൽ കോട പട്ടേൽ വന്ന സമയത്ത് ലക്ഷദ്വീപ് നിവാസികൾക്ക് വേണ്ടിയിട്ട് അതിശക്തമായി ഞാൻ സംസാരിക്കുകയും അതിനെതിരെ ഞാൻ ജനൻ TV ചർച്ചയ്ക്ക് പോയിരിക്കുകയും അവിടെ ഞാൻ ഈ പ്രഫുൽ കോട പട്ടേലിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് പോടാ പട്ടേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻവലിക്കണമെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഞാൻ തമാശ രൂപേണ പറയുന്നത് അയാളുടെ പേരല്ലേ, അയാളുടെ പേര് രമണനെന്നോ ഗോപാലനോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാമെന്ന് പറഞ്ഞ് സംസാരിച്ചത്. ആ സമയത്ത് ജനൻ TV അവതാരകന് നേരെ വലിയ ട്രോളായിട്ട് സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചൊരു സാധനമായിരുന്നു.
പിന്നീട് ഞാൻ ഒരുപാട് ചാനൽ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇപ്പം നമ്മുടെ ദീപിക പദുക്കോണിൻ്റെ കാവിക്കൊടി വിഷയം വന്ന സമയത്ത് ഞാൻ BJP ക്ക് എതിരെ സംസാരിച്ചുകൊണ്ട് ന്യൂസ് 18-ലും മീഡിയ 1-ലും ആ സമയത്ത് ഞാൻ ചർച്ചയിൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ നല്ലൊരു പ്രതിച്ഛായുള്ള ഇന്ത്യയിൽ അതായത് ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാരാണ്? അല്ല, പൊളിറ്റിക്കൽ ഇമേജും ദേശീയ രാഹുൽ ഗാന്ധിയെ കുറിച്ചായി 100% ഞാൻ ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം അതെന്താ, രാഹുൽ കുറച്ചും കൂടെ ഗ്രാഫ് ഉയർന്നപ്പോൾ രാഹുലിൻ്റെ കൂടെയാണോ? ഒരിക്കലുമല്ല. ഗ്രാഫ് അവിടെ നമ്മളിപ്പോൾ എപ്പോഴാണ് ഒരാളെ കൈയടിക്കുന്നത്? ഇപ്പം ഞാൻ താങ്കളെന്ന് പറയുന്ന ഒരാളെ വ്യക്തിയല്ലല്ലോ വിമർശിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തോട് ചിലപ്പോൾ ഞാൻ വിയോജിക്കാം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ മോശത്തിലേക്കാണ് പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ ആളെന്തായിരിക്കണം? മെയിൻലി ഒരാൾ ജെനുവിൻ ആയിരിക്കണം. ജെനുവിൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജെനുവിൻ ഫേക്ക് അല്ലാത്ത പേഴ്സണാലിറ്റി. രാഹുൽ ഗാന്ധി വളരെ ശുദ്ധനായ ജെനുവിൻ മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് ഇന്ത്യയുടെ BJP മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സിലേക്ക് എത്താനുള്ള ഒരു നോളജ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അദ്ദേഹം സോണിയാഗാന്ധി, അതായത് അധികാരമില്ല, ഇപ്പോഴില്ല. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ എവിടെയാണ് കരുത്തനായി വരുന്നതെന്ന് അറിയാവോ? നമ്മൾ ഇപ്പം നിസ്സാരം വേടൻ്റെ കരുത്തെവിടാ? അയാളുടെ സാഹചര്യങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന്. ഇപ്പം പണ്ട് ലോഹിദാസിനെ കുറിച്ച് പറയും, അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നും സൃഷ്ടാവും ചെയ്യപ്പെട്ട കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്ന എഴുത്തുകാരനാണ് ലോഹിദാസ് എന്ന് പറയും. ഈ അനുഭവങ്ങളുടെ തീച്ചൂള മാത്രമാണ് ഒരു മനുഷ്യനെ കരുത്തനാക്കി മാറ്റുന്നത്. എനിക്ക് പോലും ഏതെങ്കിലും ഒരു പോയിന്റിൽ എവിടെ പോയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഞാൻ കടന്നു വന്ന വഴികളുടെ കാഠിന്യം തന്നെയാണ്. എനിക്ക് ഏതവൻ്റെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അത് അറിവിനെക്കാട്ടിയും കൂടുതലും ആ അനുഭവങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുത്താണ്. അതൊന്ന്. ചിലപ്പോൾ ഒരു വാക്യം കൂടെ കൂടെ ചിലപ്പോൾ നമ്മൾ തൊട്ടറിയുന്ന സംഭവങ്ങൾ അതായത് നമ്മൾ തൊട്ട് കേരളത്തിൽ നടക്കുന്ന സംഭവം നമ്മൾ മൂക്കിൻ്റെ അടുത്ത് നടക്കുന്ന സംഭവങ്ങൾ അറിഞ്ഞിട്ടും അറിയാതെ നിൽക്കും. അതായത് അകലങ്ങളിലേക്ക് മനം കൊടുത്ത നീ അരികിൽ നടക്കുന്ന പലതും അറിയാതെ പോകും, നടിക്കുന്നതാണ്. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം, നിങ്ങൾ ഈ പറഞ്ഞത് ഇങ്ങനെ ചെയ്യണോ? ഞാനത് ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ മധ്യപ്രദേശിലെ കാര്യം, ഞാൻ എപ്പോഴും പറയും എൻ്റെ പ്രൈം പ്രയോറിറ്റി കോട്ടാത്തലയുടെ പ്രശ്നങ്ങളാണ്. എൻ്റെ സെക്കൻഡ് പ്രയോറിറ്റി കൊട്ടാരക്കരയുടെ പ്രശ്നങ്ങളാണ്. അടുത്ത പ്രയോറിറ്റി കൊല്ലം ജില്ലയുടെ പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞേ എനിക്ക് ആ ജില്ലയ്ക്ക് പുറത്തേക്ക് നടക്കുന്ന ഒരു പ്രശ്നങ്ങൾ വരത്തുള്ളൂ. കുറച്ചും കൂടെ ഡീപ്പായിട്ട് ചിന്തിച്ചാൽ എൻ്റെ അയൽക്കാരൻ്റെ പ്രശ്നങ്ങളാണ് എൻ്റെ ആദ്യത്തെ പ്രശ്നങ്ങൾ. നമ്മൾ അയൽക്കാരനെയും കാണുന്നില്ല, നമ്മൾ നാട്ടുകാരനെയും കാണുന്നില്ല, നമ്മൾ ജില്ലക്കാരനെയും കാണുന്നില്ല, സംസ്ഥാനവും കാണുന്നില്ല. നമ്മൾ എവിടേക്കോ പോയി കിടന്ന് ചർച്ച ചെയ്യുമ്പോൾ വരുന്നൊരു അപകടം, ഇവിടെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ നമ്മൾ മറന്നു പോവുകയാണ്. ഇവിടെ അനുഭവിക്കപ്പെടുന്ന ജനതയെ നമ്മൾ കാണാതെ പോവുകയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ ഇതേ സാധനം പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഞാൻ BJP വിമർശിക്കാം, പക്ഷേ ഉത്തരേന്ത്യയിൽ എനിക്ക് എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും? കേരളത്തിലിരുന്ന് രാവിലെ മുതൽ രാത്രി വരെ ഞാൻ മോദിയെ വിമർശിക്കാം, പക്ഷേ എനിക്ക് മോദിയെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. എനിക്കോ നിങ്ങൾക്കോ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. മോദി എന്നല്ല, ഒരാൾ വിമർശിക്കണം എന്നല്ല പറഞ്ഞത്. അല്ല, നമ്മളൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ റിസൾട്ടും കൂടെ വേണ്ടേ? ഇപ്പം ഞാൻ വിമർശനത്തിന് അതീതന് ആരുമല്ല, അതാ പറഞ്ഞു. നമുക്ക് വിമർശിക്കാം, പക്ഷേ നമ്മുടെ എല്ലാവരും വേസ്റ്റായി മാറാൻ പാടില്ല.